ഒരു ചൂടേറിയ പ്രണയകഥ. മഴവെള്ളം. മഴ പെയ്തിറങ്ങിയ ആ വൈകുന്നേരം അരവിന്ദന്റെ ജീവിതം മാറിമറിയാൻ പോകുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. കോഴിക്കോട്ടെ ആ മലയോരത്തുള്ള റിസോർട്ടിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. ജോലി സംബന്ധമായ മനസ്സിലെ ക്ഷീണം മാറ്റാൻ വേണ്ടിയുള്ള ഈ യാത്ര അവന് അത്യാവശ്യമായിരുന്നു. മഴയിൽ കുതിർന്ന് തെർമോകോളിൽ നിന്ന് ചൂടുകാപ്പി കുടിച്ചുകൊണ്ട് അരവിന്ദൻ വരാന്തയിൽ നിന്ന് മലനിരകളെ നോക്കി നിൽക്കുമ്പോഴാണ് അവൾ അവനെ കാഴ്ചപ്പാടിൽ നടന്നുകയറിയത്. മഞ്ഞനിറത്തിലുള്ള സാരിയിൽ മഴത്തുള്ളികൾ പോലെ മുഖത്ത് വിയർപ്പ് പേറി അവൾ അവനെ മുന്നിലൂടെ നടന്നുപോയി. അവളുടെ മുടി കാറ്റിൽ പറന്നു. ആ മുടിയുടെ മണം അരവിന്ദനെ തൊട്ടതേയുള്ളൂ. അവൾ തിരിഞ്ഞുനോക്കി. കറുത്ത കണ്ണുകൾ, നിറഞ്ഞ ചുണ്ടുകൾ, മുഖത്ത് ഒരു നാണത്തിന്റെ ചെറിയ പുഞ്ചിരി. അരവിന്ദൻ അറിയാതെ പുഞ്ചിരിച്ചു. അവളും. അങ്ങനെയാണ് അവരുടെ ആദ്യ കാഴ്ച. അവളുടെ പേര് മേഘന. തിരുവനന്തപുരം സ്വദേശിനി. സാഹിത്യത്തിലെ ഗവേഷണത്തിനായി മലയോരത്ത് വന്നിരിക്കുകയാണ്. അവളുടെ വാക്കുകളിൽ ആത്മവിശ്വാസവും മൃദുത്വവും കൂടിക്കലർന്നു. മഴയത്ത് ഒറ്റയ്ക്ക് കാപ്പി കുടിക്കുന്നത് നല്ല അനുഭവമല്ലേ? മേഘന ചോദിച്ചു. ഒറ്റയ്ക്കല്ല ഇനി, അരവിന്ദൻ പറഞ്ഞു. അവരുടെ സംഭാഷണം അങ്ങനെ തുടങ്ങി. മഴ പെയ്തു നിർത്തിയ ആ രാത്രി റിസോർട്ടിന്റെ റെസ്റ്റോറന്റിൽ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. വെളിച്ചത്തിൽ അവളുടെ മുഖം കൂടുതൽ സുന്ദരമായി തോന്നി. അവളുടെ ചുണ്ടുകൾ നീങ്ങുമ്പോൾ അരവിന്ദന് അവയിൽ ചുംബിക്കാൻ തോന്നി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിൽ? മേഘന ചോദിച്ചു. സ്നേഹം. ശരിക്കുള്ള സ്നേഹം, അരവിന്ദൻ. അവളുടെ കണ്ണുകൾ മിഴിച്ചു. അതെ, എല്ലാവർക്കും വേണ്ടത് അതുതന്നെയാണ്. അന്ന് രാത്രി അവരുടെ മുറികൾ തോടിക്കിടക്കുകയായിരുന്നു. അരവിന്ദൻ തന്റെ മുറിയുടെ ജനലഴികളിലൂടെ അവളുടെ മുറിയിലേക്ക് നോക്കി. അവൾ കർട്ടൻ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേർത്ത വെളിച്ചത്തിൽ അവളുടെ ശരീരത്തിന്റെ രൂപം അവൻ കണ്ടു. ആ കാഴ്ച അവനെ ത്രസിപ്പിച്ചു. പിറ്റേന്ന് അവർ മലയോരത്ത് നടക്കാൻ പോയി. പച്ചപ്പ് നിറഞ്ഞ കാടുകൾ, പുകയുന്ന മലകൾ, തെളിഞ്ഞ കാറ്റ്. അവൾ അവന്റെ കൈയിൽ പിടിച്ചു. ആ സ്പർശനം വൈദ്യുതി പോലെ അവനെ കടന്നുപോയി. ഇവിടെ നല്ല ശാന്തമാണ്, മേഘന പറഞ്ഞു. നിങ്ങൾ കൂടെയുള്ളതുകൊണ്ട്, അരവിന്ദൻ പറഞ്ഞു. അവൾ നിർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ റൊമാന്റിക്കാണോ? നിങ്ങളെ കണ്ടതുമുതൽ. അവൾ ചിരിച്ചു. ആ ചിരി കാട്ടുമുക്കിലെ ചെറിയ അരുവി പോലെ മധുരമുള്ളതായിരുന്നു. അന്ന് രാത്രി റിസോർട്ടിന്റെ ബാർലഘോഷവൽ അവർ ഒരുമിച്ചിരുന്നു. മദ്യത്തിന്റെ ലഘുവായ മത്തിൽ അവരുടെ സംഭാഷണം കൂടുതൽ ആഴമുള്ളതായി. അവളുടെ കുടുംബം, അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ ഭയങ്ങൾ എല്ലാം അവൾ പങ്കുവച്ചു. ഞാൻ ഒരിക്കലും ആരെയും ഇത്ര വേഗം വിശ്വസിച്ചിട്ടില്ല, മേഘ. നമുക്ക് പോകാം, അവൾ പതിയെ പറഞ്ഞു. അവരുടെ മുറികൾക്കിടയിലുള്ള ഇടനാഴിയിൽ അവർ നിർത്തി. ലോബിയിലെ വെളിച്ചം അവരെ മെല്ലെ തൊട്ടു. അരവിന്ദൻ അവളുടെ മുഖത്തിൽ നോക്കി. അവളുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. കുറ്റപ്പെടുത്തരുത്, അരവിന്ദൻ പറഞ്ഞു. എന്തിന്? അവൻ മുന്നോട്ട് കുനിഞ്ഞ് അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. ആദ്യം മെല്ലെ, പിന്നെ കൂടുതൽ ആഴമായി. അവളുടെ ചുണ്ടുകൾ മൃദുവും ചൂടുള്ളതുമായിരുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവരുടെ ദേഹങ്ങൾ ഒന്നോടൊന്ന് ചേർന്നു. ആ ചുംബനം നീണ്ടുനിന്നു. അവരുടെ നാവുകൾ ഒരു നൃത്തം കളിച്ചു. അരവിന്ദൻ അവളുടെ മുടിയിൽ കൈവച്ച് അവളുടെ മുഖം തന്റെ നേരെ തിരിച്ചു. അവൾ മെല്ലെ പിറുപിറുത്തു. എന്റെ മുറിയിലേക്ക് വരൂ, അവൾ പറഞ്ഞു. അവളുടെ മുറി മനോഹരമായി അലങ്കരിച്ചിരുന്നു. വെളുത്ത കട്ടിലിൽ നീലനിറത്തിലുള്ള തലയണകൾ. ജനലുകളിൽ കൂടി മലനിരകളുടെ ദൃശ്യം. അവർ അകത്തേക്ക് കയറിയപ്പോൾ മേഘന കതക് പൂട്ടി. അവൾ തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ആഗ്രഹത്തിന്റെ തീ ജ്വലിച്ചു. അരവിന്ദൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ മുഖത്ത് കൈവച്ച് അവളുടെ കവിളിൽ ചുംബിച്ചു. പിന്നീട് കഴുത്തിൽ. അവൾ തന്റെ തല പിന്നോട്ട് ചരിച്ചു, അവൻ കൂടുതൽ സ്ഥലം നൽകാൻ. എനിക്ക് ഇത് വേണം, അവൾ പറഞ്ഞു. അരവിന്ദൻ അവളുടെ സാരിയുടെ പിൻഭാഗത്തെ ഹുക്കുകൾ അഴിച്ചു. അത് മെല്ലെ താഴേക്ക് വീഴുന്നു. അവളുടെ പിങ്ക് നിറത്തിലുള്ള ബ്ലൗസും പാൻറ്റീസും അവനെ ആകർഷിച്ചു. അവൾക്ക് തടിയുണ്ട്, കുറവല്ല, പക്ഷേ ആ വധോന്തമ അത്യന്തം ആകർഷകമായിരുന്നു. അവൻ അവളുടെ ബ്ലൗസിന്റെ ഹുക്കുകൾ അഴിച്ചു. അവൾ അത് മാറ്റി. അവളുടെ മുലകൾ ചെറുതും മുഴുത്തതുമായിരുന്നു. തലയ്ക്ക് മുകളിൽ കൈയെത്തി അവൾ മുടികൊണ്ട് കളിച്ചു. നിങ്ങൾ സുന്ദരിയാണ്, അരവിന്ദൻ പറഞ്ഞു. കാണിക്കൂ,
അവൾ പറഞ്ഞു. അവൻ താഴേക്ക് കുനിഞ്ഞ് അവളുടെ മുലക്കണ്ണിൽ ചുംബിച്ചു. അവൾ പെട്ടെന്ന് ശ്വാസമടക്കി. അവൻ മറുഭാഗത്തും അതുപോലെ ചെയ്തു. പിന്നെ അവൻ അവളെ കട്ടിലിലേക്ക് താഴ്ത്തി. അവൾ കൈകൾ മുകളിലേക്ക് വെച്ച് അവനെ നോക്കി. അരവിന്ദൻ അവളുടെ പാൻറ്റീസ് മാറ്റി. അവൾ പൂർണ്ണനഗ്നയായി. അവളുടെ തുടകൾക്കിടയിലുള്ള രഹസ്യം അവനെ ക്ഷണിച്ചു. അവൻ തന്റെ വസ്ത്രങ്ങൾ വേഗം മാറ്റി. അവളുടെ കണ്ണുകൾ അവന്റെ ശരീരത്തിൽ നിന്ന് പിന്നീട് അവന്റെ കാഠിന്യത്തിൽ നിന്നുകൊണ്ടു. വാ, അവൾ കൈകൾ വിടർത്തി പറഞ്ഞു. അവൻ അവളുടെ മുകളിലേക്ക് വന്നു. അവരുടെ ശരീരങ്ങൾ ചൂടും ആഗ്രഹവും കൊണ്ട് തുടിച്ചു. അവൻ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും ചുംബിച്ചു. ഇക്കുറി കൂടുതൽ കാമഭരിതമായി. അവളുടെ നാവ് അവന്റെ വായ്ക്കകത്ത് ചുഴിഞ്ഞു. അവൻ താഴേക്ക് നീങ്ങി. അവളുടെ കഴുത്തിൽ, അവളുടെ മുലകളിൽ, അവളുടെ വേരിൽ എല്ലായിടത്തും ചുംബനമേകി. അവൻ അവളുടെ സുഖകേന്ദ്രത്തിൽ നാവ് വെച്ച് ചുഴറ്റി. അവൾ കാലുകൾ അവന്റെ തലയിൽ വെച്ച് അവനെ അടുപ്പിച്ചു. വേഗം, അവൾ പറഞ്ഞു. അവൾക്ക് സഹിക്കാനാവാതെ വന്നപ്പോൾ അവൻ നിർത്തി. അവൻ മുകളിലേക്ക് വന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ മെല്ലെ അവൻ അവളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവൾ ഒരു നീണ്ട നെടുവീർപ്പ് വിട്ടു. അവരുടെ ശരീരങ്ങൾ ഒന്നായി. അവൻ മെല്ലെ തുടങ്ങി, പിന്നെ വേഗം കൂട്ടി. അവൾ അവന്റെ പുറത്ത് നഖങ്ങൾ കൊണ്ട് അമർത്തി. അവളുടെ മുലകൾ അവന്റെ മാറോട് ചേർന്നു. എനിക്ക് കൂടുതൽ വേണം, അവൾ പറഞ്ഞു. അവൻ അവളുടെ കാലുകൾ തന്റെ തോളിൽ വെച്ച് കൂടുതൽ ആഴത്തിൽ പ്രവേശിച്ചു. അവൾ അലറി. ആ ശബ്ദം അവനെ കൂടുതൽ ഉത്തേജിപ്പിച്ചു. അവൻ അവളെ കടന്നാക്രമിച്ചു. അവളുടെ മുഖത്ത് സുഖത്തിന്റെ ഭാവം. അവൾ കണ്ണുകൾ അടച്ച് ആ അനുഭവത്തിൽ മുഴുകി. അവൻ അവളുടെ ചുണ്ടുകൾ കടിച്ചു, പിന്നെ മുലക്കണ്ണുകൾ. അവൾ അല്പം വേദനയോടെ പിറുപിറുത്തു, പക്ഷേ സുഖം കൂടുതലായിരുന്നു. അവൻ അവളെ പലതരത്തിൽ സുഖിപ്പിച്ചു. പിന്നിലേക്ക് വെച്ച് അവൾ മുകളിൽ വന്ന് വീണ്ടും മുന്നിൽ അവർ പരസ്പരം ആഗ്രഹിച്ചു. അവളുടെ ശരീരം വിയർത്തു. അവളുടെ മുടി ചിതറി. ഇനി വരുന്നു, അവൾ പറഞ്ഞു. അവൾ സുഖകൊടുമുടിയിൽ എത്തിയപ്പോൾ അവളുടെ ശരീരം വിറച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് അലറി. ആ ശബ്ദം അവനും തീരാത്ത സുഖം നൽകി. അവൻ അവളുടെ ഉള്ളിൽ തന്നെ തന്റെ സ്ഖലനം നടത്തി. അവർ ഒരുപോലെ ശ്വാസമെടുത്തു. അവൻ അവളുടെ മുകളിൽ തളർന്നടിച്ചു. അവൾ അവനെ തടവി. ഇതാണ് ഞാൻ തേടിയത്, അവൾ പറഞ്ഞു. അവൻ അവളുടെ മാറിലേക്ക് മാറി. അവൾ അവന്റെ ചുമലിൽ തലവെച്ചു. അന്ന് രാത്രി മുഴുവൻ അവർ ഒരുമിച്ചിരുന്നു. രണ്ടാമതും മൂന്നാമതും അവരുടെ ആഗ്രഹം തീരുന്നില്ലായിരുന്നു. പുലരുമ്പോൾ അവർ ജനലഴികളിലൂടെ വരുന്ന വെളിച്ചത്തിൽ ഒരുമിച്ച് കിടന്നു. അടുത്ത ദിവസം അവർ മലയോരക്കാഴ്ചകൾ കാണാൻ പോയി. പക്ഷേ അവരുടെ മനസ്സിൽ രാത്രിയിലെ ഓർമ്മകൾ മാത്രമായിരുന്നു. അവൾ അവന്റെ കൈയിൽ പിടിച്ചു നടന്നു. ആരും പറയാത്ത ഒരു ബന്ധം അവരെ ബന്ധിപ്പിച്ചു. നിങ്ങൾ ഇന്ന് പോകുന്നുവോ? അരവിന്ദൻ ചോദിച്ചു. എനിക്ക് പോകാൻ തോന്നുന്നില്ല, മേഘന പറഞ്ഞു. അവൻ അവളെ അടുത്തേക്ക് വലിച്ചു. പൊതുവെത്തിലും അവൻ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. ആരെങ്കിലും കണ്ടുവോ എന്ന് അവൾ ചിന്തിച്ചില്ല. അവൾ ആ ചുംബനത്തിൽ മുഴുകി. അന്ന് രാത്രി അവർ അവന്റെ മുറിയിലാണ് കഴിഞ്ഞത്. അവൾ അവന്റെ ഷർട്ട് ധരിച്ച് ജനലിനരികിൽ നിന്നു. അവൻ അവളുടെ പിന്നിലേക്ക് വന്ന് അവളെ ആലിംഗനം ചെയ്തു. അവളുടെ മുലകളിൽ കൈവച്ച് അവൻ അവയെ സ്പർശിച്ചു. നിങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നത് നല്ലതായിരുന്നു, അരവിന്ദൻ പറഞ്ഞു. ഇനിയും വേണോ? അവൾ ചോദിച്ചു. വളരെ, അവൻ പറഞ്ഞു. അവൾ വേഗം കൂട്ടി. അവളുടെ മുഖത്ത് സമർപ്പണത്തിന്റെ ഭാവം. അവൾ അവനുവേണ്ടി മാത്രം നൃത്തം ചെയ്തു. അവൻ അവളുടെ സ്പർശനത്തിൽ തീർന്നു. അവൾ താഴേക്ക് വീണ് അവനെ ചുംബിച്ചു. അവരുടെ നാവുകൾ കൂടിക്കിഴഞ്ഞു. അവൻ അവളെ പിന്നിലേക്ക് തിരിച്ചു. അവൾ കട്ടിലിന്റെ അരികിൽ മുട്ടുകുത്തി നിന്നു. അവൻ അവളുടെ പുറകിൽ നിന്ന് പ്രവേശിച്ചു. അവൾ ശബ്ദമുണ്ടാക്കി. അവൾക്ക് സഹിക്കാനാവാത്ത സുഖം. അവൻ അവളുടെ മുലകളിൽ പിടിച്ച് അവളെ തന്റെ നിയന്ത്രണത്തിൽ വെച്ചു. അവൾ തലയാട്ടി. അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള തട്ടൽ ശബ്ദമുണ്ടാക്കി. കൂടുതൽ, അവൾ ആവശ്യപ്പെട്ടു. അവൻ അവളുടെ ആവശ്യം നിറവേറ്റി. അവൾ കട്ടിലിൽ വീണ് തലയണയിൽ മുഖം പൂഴ്ത്തി. അവൻ അവളുടെ മുകളിലേക്ക് വീണ് അവളെ പൂർണ്ണമായും മൂടി. അവൾക്ക് അവനെ അനുഭവിപ്പിക്കാൻ കഴിഞ്ഞു.
അവർ ഒരുമിച്ച് സുഖകൊടുമുടിയിൽ എത്തി. അവരുടെ ശരീരങ്ങൾ ഒരേപോലെ വിറച്ചു. അവൻ അവളുടെ ഉള്ളിൽ തന്റെ സ്നേഹം പകർന്നു. അവർ കട്ടിലിൽ പരസ്പരം ആശ്രയിച്ചു കിടന്നു. അവളുടെ കൈ അവന്റെ നെഞ്ചിൽ വെച്ചു. അവൻ അവളുടെ മുടിയിൽ ചുംബിച്ചു. നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇരിക്കാം, മേഘന പറഞ്ഞു. എന്നും രാത്രിയും, അരവിന്ദൻ പറഞ്ഞു. അവൾ ചിരിച്ചു. ആ ചിരി അവനെ സന്തോഷിപ്പിച്ചു. അടുത്ത ദിവസം അവൾ പോകേണ്ടിവന്നു. അവളുടെ ഗവേഷണം പൂർത്തിയാക്കണം. അവൻ അവളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചു. അവൾ ട്രെയിനിൽ കയറുമ്പോൾ അവൻ അവളുടെ കൈയിൽ ഒരു കത്ത് കൊടുത്തു. ഇത് വായിക്കാൻ അവൻ പറഞ്ഞു. ട്രെയിൻ പുറപ്പെട്ടു. അവൾ ജനലഴികളിലൂടെ കൈവീശി. അവനും. ട്രെയിനിൽ അവൾ കത്ത് തുറന്നു. നിന്റെ സ്നേഹം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ അനുഭവമാണ്. നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ, അരവിന്ദൻ. അവളുടെ കണ്ണുകൾ നനഞ്ഞു. അവൾ ട്രെയിനിന്റെ വേഗതയിൽ പോകുമ്പോൾ ആ മലയോരത്തിന്റെ ഓർമ്മകളിൽ മുഴുകി. ആ മഴ, ആ ചൂട്, ആ സ്നേഹം എല്ലാം. അരവിന്ദൻ സ്റ്റേഷനിൽ നിന്നു മടങ്ങി. അവന്റെ മനസ്സിൽ അവൾ മാത്രമായിരുന്നു. അവൻ തന്റെ ഫോണിൽ അവൾക്ക് ഒരു മെസ്സേജ് അയച്ചു. നിങ്ങളുടെ മുറിയിൽ മഴ പെയ്യുന്നു. നിങ്ങൾ ഇല്ലാത്തതിന്റെ വിഷമം. അവൾ മെസ്സേജ് വായിച്ചു. ചിരിച്ചു. മറുപടി അയച്ചു. വീണ്ടും കാണാം, എന്റെ പ്രിയതമ. അങ്ങനെ ആ മഴക്കാലത്തെ ഒരു ചൂടേറിയ പ്രണയം അവരുടെ ഹൃദയത്തിൽ എന്നും നിലനിന്നു. അവരുടെ ശരീരങ്ങൾ ഒരിക്കൽ ചേർന്നിടത്ത് അവരുടെ ആത്മാക്കൾ എന്നും ചേരും. ആ മലയോരത്തിന്റെ മടിത്തട്ടിൽ പിറന്ന ആ സ്നേഹം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മധുരമുള്ള ഓർമ്മയായി മാറി. അവൾ തിരിച്ചെത്തും. അവൻ കാത്തിരിക്കും. പ്രണയത്തിന്റെയും കാമത്തിന്റെയും